പറഞ്ഞ തോടുകളും അതേ കണക്ക് ചെറിയ ചെറിയ കനാലുകളും അങ്ങനെ കിടക്കും. വെള്ളം പോകുന്നത് ഇതാ ഈ ഒരു കാവ് പിച്ചാന. എന്നാ ഈ റെഡിയായ ഒരു കാവിച്ചാനാണ്. ഇത് നേരെ വന്ന് വീഴാൻ വേണ്ടി ഇതൊരു വെയിറ്റ് ബാലൻസിങ് പോലുള്ള ഒരു സംഭവം. ഇത് വന്ന് വീണ് കഴിഞ്ഞിട്ട് ഇതങ്ങ് തറയിൽ തട്ടി ഇതിന്റെ വേര് ഇറങ്ങുന്ന മുറയ്ക്ക് ഈ കിളിയൽ ഇതാ ഇങ്ങോട്ട് വരുന്ന മുറയ്ക്ക് ഇതങ്ങ് ഊരി പോരും പേനാടടക്കും. ഇതുണ്ടോ ഇതിന്റെ കിളിയലാണ് ഇലയാവി വരുന്നത്. 2 ലീഫ്. പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെ അല്ലേ. ഇത് കണ്ട നമുക്ക് തിരിച്ച് ക്യാപ്പ് അടയ്ക്കുന്ന ഇങ്ങനെ വന്ന് വീഴും, നേരെ വന്ന് വീഴും. ചെളിയിൽ അത് കുത്തിയിരിക്കും. ഇത് എവിടെങ്കിലും കുത്താതെ ഇരുന്നാൽ ഇതിങ്ങനെ ഒഴുകി നടക്കും. ഒഴുകി കിടന്നിട്ട് എവിടെങ്കിലും ചെന്ന് തട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ചരിഞ്ഞായാലും ഈ വേരവിടെ നിന്ന് ഇറങ്ങി ഇത് മൂന്നിഞ്ഞ് വരും. ഇത് വേണേ ഊരിക്കുക. ആ ക്ലിപ്പ് പാട്ട് പാടണമല്ലോ. കുട്ടനാടൻ കായലിലെ വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി. അതെ, ഈ നമുക്കിപ്പോ ഈ വള്ളം ഒന്ന് അങ്ങോട്ട് തിരിയണമെങ്കിൽ ഇത് വെച്ച് തിരിക്കാൻ അത് വെച്ച് അതാണ് മെയിനായിട്ട്. അതാണ് കൺട്രോള്. പൊറോശം നിൽക്കുന്നത്. ഇനി തുഴ വെച്ച് തിരിയണം. അവിടെ നിന്ന് ഈ പങ്കായം ഇങ്ങോട്ട് എടുത്ത് താണ്ട് ഇവിടെ നിന്നോണ്ട് ഇങ്ങോട്ട് പിടിച്ചാൽ കണ്ടോ വള്ളം എന്താ ഇങ്ങോട്ട് പോരും. അതേസമയം തിരിച്ച് ഇവിടുന്ന് ഇങ്ങനെ ഇട്ട് പങ്കായം ഇങ്ങോട്ട് പിടിച്ചാൽ വള്ളം ഇങ്ങോട്ട് തിരിക്കും. നേരെ പോകണമെങ്കിൽ ഇങ്ങനെ തുഴഞ്ഞാൽ നേരെ പോകും. ഇതൊക്കെ ഓരോരുത്തരുടെ ബൗണ്ടറി. ഇത് കണ്ടോ, ഇതെല്ലാം പുരയിടങ്ങളാണ്. കരകൊടുക്കുന്ന പുരയിടങ്ങളാണ്. താന്നു പോയതാണ്. ഈ ബൗണ്ടറി ഉണ്ടോ, കല്ലടിക്കുകയാണ്. അടുക്കുകയാണ്. ഇത് നിലമാണോ? അല്ല, നിലമല്ല. അല്ല, പുരയിടമായിരുന്നു അത്. പ്രമാണത്തിലല്ല. ഇത് കൊഞ്ച് കൃഷി ഉള്ളടക്ക് ഈ ചെമ്മീൻ കൃഷി ചെയ്യും. അന്നേരം ഇതിനകത്തെ മണ്ണെടുത്ത് മാറ്റിയിട്ട് ഇത് മൊത്തം കവർ ചെയ്ത് വെച്ച് ഇതിനകത്ത് ചെമ്മീൻ കെട്ടായി കിടന്നതാണ്. ഒരു 2-3 വർഷം നല്ല ലാഭമായിരുന്നു. പിന്നെ മൊത്തം നഷ്ടത്തിലായി. അങ്ങനെ ഒരു സർവീസ് സഹകരണ ബാങ്ക് വരെ ഇവിടെ പൂട്ടിപ്പോയി. ഈ പ്രമാണം കൊണ്ടുവച്ച് ലോൺ എടുത്ത് ചെമ്മീൻ കൃഷി ചെയ്തു. ഇതെല്ലാം ഇതിന്റെ ഓരോ വകഭേദങ്ങളാണ്. ഇതിനകത്തെ കമ്പത്തി എന്ന് പറയുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഡേഞ്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ കറ വീണ് കഴിഞ്ഞാൽ, കണ്ണിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച ശക്തി പൂർണ്ണമായിട്ട് നശിക്കും. അതാണ് കമ്പത്തി. മുതലൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ല, ഇവിടെ അതൊന്നുമില്ല. മുതലയും മലമ്പാപ്പും ഒന്നുമില്ല. ഈ തടിയുടെ ഇത് വെച്ചാണ് മദ്യത്തിനൊക്കെ, ആയുർവേദ മരുന്നിനൊക്കെ ഈ അടപ്പ്. അത് ഇതിന്റെ തടി വെച്ചുള്ള അടപ്പാണ്. ഇത് ഇങ്ങനെ പഞ്ഞി പോലെ അടപ്പ്. വെള്ളത്തിലിട്ടാലും ഫ്ലോട്ട് കോർക്ക്. അതുപോലെ വേറൊരു വീടല്ലേ. ഈ വീടും വെള്ളത്തിൽ. കൂടുതൽ തേങ്ങ നടത്തിയ ഇതിന്റെ ആൾക്കാരൊക്കെ ചുമ്മാ അങ്ങ് പോയതാണ്. അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരമോ ഒന്നുമില്ല. 1 രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും പോവാൻ 36 വീട്ടിൽ ഒരു വാക്കിൽ ഏറ്റവും വലിയ പരുന്ത് വള്ളം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ആയുർവേദം പോയിട്ടൊക്കെ ഇതുകൊണ്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്.
ഈ വീട് ഒരു 5 വർഷം മുമ്പ് 5 10 വർഷമാവാണ് നമ്മുടെ ബാലഗോപാൽ പിന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പാർട്ടി വെച്ച് കൊടുത്ത ഈ വീട് ജാക്ക് വെച്ച് പൊക്കാം. ലൈറ്റ് വെയിറ്റ് കട്ടയാണ്. ആ കട്ടയെന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ടാൽ കട്ട പൊങ്ങില്ല. ആ എല്ലാ സാധനവും ലൈറ്റ് വെയിറ്റാണ്. വാരിപ്പിടിക്കില്ല, കാറ്റ വാരിപ്പിടിക്കില്ല. ഇച്ചിരി ബാക്കോട്ടിരുന്നു. നോക്കണം. ഇതാണ് ഇതിന്റെ ശ്വസന വ്യവസ്ഥയിലുള്ളതാണ്. പേരിനകത്തുനിന്ന് വരുന്നതാണ് ഇത്. ഇതിനകത്ത് ശിശിരമുണ്ട്, നമ്മുടെ മൂക്കിന്റെ താരം ചെറിയ ഹോൾസ്, അതിൽ കൂടാണ് ഇത് ശ്വസിക്കുന്നത്. ഇത് വേറൊരു തരം കണ്ടു. പാട്ട് പഠിച്ചിട്ടുണ്ടോ നേരത്തെ? പാട്ട് പാടി തുടങ്ങിയാണോ പിന്നെ ഇത് സിനിമയിൽ ഡബിങ്? തിരിഞ്ഞിരുന്നട്ടെ, തിരിഞ്ഞ് താണ്ട ആ പടിയിലോട്ടിരുന്ന ഇല്ലല്ലോ. ഈ കുപ്പി ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ മഴ പെയ്തപ്പം കല്ലട കാറ്റിൽ നിന്ന് കിഴക്കുന്ന ഒഴുകി വരുന്ന വെള്ളമാണ്. മറ്റേത് ഇവിടെ നല്ല വൃത്തിയായി കിടന്നതാണ്. നമ്മൾ ആലപ്പുഴയൊക്കെ പോയാൽ കാണുന്ന കായലല്ലായിരുന്നു കഷ്ടമുടിക്കായൽ. ഇവിടെ ഈ കുപ്പികൾ പറക്കാൻ ഇവിടെ ഒരു 4 ജീവനക്കാരൻ നിർത്തിയിരുന്നു കല്ലട കാറ്റിൽ കൂടി. ഈ മഴ പെയ്ത് വലുതായിട്ട് ഒഴുകി വരുമ്പോൾ അവരെ കൊണ്ട് എല്ലാം പറക്കാൻ സാധിക്കും. രാത്രി വരുന്ന പിന്നെ ഇതിന്റെ അപ്പുറത്ത് പനയം പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് ഈ മാലിന്യങ്ങളെല്ലാം മലയാളി പെണ്ണാണ്.
ആ ശരിയാ, നിന്റെ അടിയിലല്ലേ? അയ്യോടാ, ഇതേണൊക്കെ ഇത് താന്നു പോയതാ. സങ്കടം. ആർച്ചിന്റെ പുറത്ത് അതിന്റെ സെന്ററിൽ കൂടെ വഴി മുന്നോട്ട് നോക്കേ തിരിഞ്ഞു പോകുന്നു. കഴിക്കൊന്നും വയ്ക്കണം. റൗണ്ട് ചെയ്തെടുക്കും മൊത്തത്തിൽ കറങ്ങി കായ് ഞങ്ങളെ വിട്ടണ്ട, നമ്മൾ കാണുന്നു. കഴിയുമ്പോൾ ഇവിടെ ഒരു ആർച്ച് പോലെ രൂപപ്പെടും. നമ്മളില്ലേ കണ്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന അസ്തമയം കാണണം. ഈ സൂര്യൻ ജനുവരി ഫെബ്രുവരി മാസത്തിൽ സെൻട്രൽ വരും. കറക്റ്റ് മെയ് മാസം ആകുമ്പോൾ സെൻട്രൽ വരും. അന്നേരം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ആ അസ്തമയം കാണുന്ന നല്ലൊരു വൈവാണ്. ഇവിടെ ഈ കെട്ടിന്റെ ഈ മൂലയ്ക്ക് ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഇവിടെ ഈ നമ്മളിപ്പോ ഇറങ്ങി വന്ന കണ്ടലിൽ 3 വീടുണ്ടായിരുന്നു നേരത്തെ. ചായക്കടയെന്ന് പറഞ്ഞാൽ വേറെ ആർക്കും ചായ കുടിക്കാനല്ല, വലയിടാൻ വരുന്ന വലക്കാർ. സമയം കാണാൻ പറ്റത്തില്ല, കാർമേഘം കയറി മറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് ഈ ബെൽഫാംസിലെ സ്റ്റേ അവസാനിപ്പിച്ചിട്ട് ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി. ഈ ഫാം അല്ലെങ്കിൽ ഈ റിസോർട്ട് യഥാർത്ഥത്തിൽ ഞാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് എന്ന് മാത്രം കരുതിയാണ് വന്നത് ഇവിടെ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇന്നലെ ആ ബോട്ട് യാത്രയിലൊക്കെ എനിക്ക് മനസ്സിലായത് ഇവിടെ ഒരുപാട് ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ 2018 ആണെന്ന് തോന്നുന്നു വെള്ളം കയറി ഈ സ്ഥലത്ത് താമസിക്കുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് പോകേണ്ടി വന്നു, ഒഴിഞ്ഞു പോകേണ്ട ഒരവസ്ഥ. എന്നാൽ അവരൊക്കെ സ്വന്തമായിട്ട് ഇവിടെ വീട് വെച്ച് താമസിച്ചിരുന്ന ആൾക്കാരുമാണ്. അങ്ങനെ ആ വെള്ളം കയറി ഇവിടെ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. അവരുടെ അത്രയും കാലത്തെ അധ്വാനവും അവർ താമസിച്ചിരുന്ന വീടുകളും എല്ലാവരും വളരെ പാവപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഡോക്ടർ ഷെറിൻ മോൻ, അദ്ദേഹം വിദേശത്തുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന്
ഈ സ്ഥലം അദ്ദേഹം ഏറ്റെടുത്ത് അവർക്ക് എല്ലാവർക്കും, അതായത് ആ വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നവർക്കെല്ലാം പൈസയും കൊടുത്ത് ഇവിടെ അവർക്കൊക്കെ ജോലിയും കൊടുത്ത് ഇപ്പോഴും അവർക്ക് വേണ്ടി അദ്ദേഹം പല നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ പ്രകൃതി ഭംഗിയുള്ള അല്ലെങ്കിൽ ഇതുപോലെ വാട്ടർ ഫ്രണ്ട്ലി ഫ്ലോട്ടിംഗ് റിസോർട്ട്സ് ഇതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ പിന്നിലുള്ളൊരു ഒരു 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 കഥയുണ്ടല്ലോ, മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ കഥ. അത് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ, അതാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത് അതുപോലൊരു സ്ഥലമാണെന്ന്. പിന്നെ ഇവിടെ കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർക്കും അതുപോലെ ചെറുപ്പക്കാർക്ക് വേണ്ട ഒരുപാട് അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇത് നോക്കൂ, ഇതിലേക്കൂടെ ഇങ്ങനെ പക്ഷെ ഇവർ ഇതിൻ്റെ എല്ലാ ഫുൾ സേഫ്റ്റി മെഷേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിൽ കൂടി നടക്കുന്നത്. ചുമ്മാ ഇപ്പം എനിക്ക് ഇതിൽ കൂടെ നടക്കണം എന്ന് വിചാരിച്ചാൽ അവർ സമ്മതിക്കില്ല. അതിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഇതാ അങ്ങോട്ട് നോക്കും, അവിടെ നിന്ന് നമുക്ക് ബെൽറ്റൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ റോപ്പിൽ കൂടി ഇങ്ങനെ ഇതിൽ വരാം, ഇതിൽ നടന്നു പോകാം. പിന്നെ ഇവിടെ ബോട്ട്, നമുക്ക് തന്നെ ബോട്ട് സ്വന്തമായിട്ട് ബോട്ട് തുഴഞ്ഞു പോകാം. ഫോറിനേഴ്സൊക്കെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. അവർ ദിവസങ്ങളോളം ഇവിടെ താമസിച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അവർ കുറെ കൂടെ പ്രകൃതി സ്നേഹികളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രകൃതി എങ്ങനെ സംരക്ഷിക്കണം, അപ്പം അങ്ങനെ കുറേ ആൾക്കാർ വരും. അപ്പം അവർ ഇങ്ങനെയുള്ള അഡ്വഞ്ചേഴ്സ് എല്ലാം യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ വന്ന് നമ്മളുടെ സന്തോഷം കാണുന്നതിനോടൊപ്പം നമ്മൾ സന്തോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് ഒരുപാട് പാവപ്പെട്ടവർക്ക് കൂടി ഇത് പോകുന്നുണ്ട്. അതിങ്ങനെ പൈസ കിട്ടിയിട്ട് കുറച്ച് പേർക്ക് പൈസ കൊടുക്കുക അങ്ങനെയല്ല ഇത് ചെയ്യുന്നത്. ഇത് അവരെല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ എന്നാൽ അവരുടേതല്ല. അവർക്ക് ആ ഫീല് മാറാതെ ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ മഹത്തായ ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങളെല്ലാവരും വരിക, വന്ന് ഒരു ദിവസം താമസിച്ചാൽ നിങ്ങൾ സത്യത്തിൽ വീണ്ടും വീണ്ടും വരാൻ തോന്നും. ഞാൻ എന്തായാലും എൻ്റെ മക്കളുമായിട്ട് ഒരിക്കൽ കൂടി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്.